everyone, welcome back to Cooking with Mummy. ഇന്ന് ഞാനാണ് കുക്ക് ചെയ്തിരിക്കുന്നത്, മമ്മിയല്ല. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചിക്കൻ പാസ്തയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യുന്നത് പാസ്ത സ്റ്റിക്ക് ടുഗെദർ ചെയ്യാതിരിക്കാനാണ്. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടെ അങ്ങോട്ട് ചേർക്കാം, പാസ്തയ്ക്കൊരു ഉപ്പ് വരാൻ. ഇനി വെള്ളം ബോയിൽ ചെയ്യാൻ വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ പാസ്ത ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാട്ടർ ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി പാസ്ത ആഡ് ചെയ്യാം. ഞാനിന്ന് യൂസ് ചെയ്തിരിക്കുന്നത് സ്പൈറലി പാസ്തയാണ്. ഇതിന് 6 to 8 മിനിറ്റ്സ് മതി. നിങ്ങൾക്ക് വേറെ ഏത് പാസ്ത വേണമെന്ന് നോക്കണം, പക്ഷേ പാക്കിൻ്റെ പുറകിൽ നോക്കണം എത്ര നേരം വെക്കണമെന്ന്. ഇനി ഈ പാസ്ത ആഡ് ചെയ്തിട്ട് മൂടി വെച്ച് നമുക്കിത് വേഗം വരെ ചെയ്യാം. ഒരു 6 to 8 മിനിറ്റ്സ് 6 to 10 മിനിറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് എടുക്കുള്ളൂ ഇതാകാൻ. ഇത് ഇളക്കി ഇട്ടണം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. ഫ്ലെയിം ഓൾസോ കൂട്ടിയിട്ടിട്ട്. അപ്പോൾ നമ്മുടെ പാസ്തയുടെ തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പാസ്ത റെഡിയാണോ എന്ന് നോക്കാം. പിന്നെ ഞെക്കി നോക്കണം. ഇത് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഡ്രെയിൻ ചെയ്തത് ഫുള്ളി വെള്ളം കളഞ്ഞ് ഒരു ഡ്രെയിൻ ചെയ്യേണ്ട പാത്രത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം പോകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ സോസിലോട്ട് റെഡിയാക്കാം. ചിക്കൻ പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ ബ്രസ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 640 ഗ്രാംസ് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. ഇനി ഇത് ക്യൂബ്സിലോട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഞാൻ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, നെക്സ്റ്റ് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഇത് വളരെ സിമ്പിൾ മാരിനേഷനാണ്, ഒത്തിരി ഇൻഗ്രീഡിയൻസും വേണ്ട. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇത് 30 മിനിറ്റ്സിന് റെസ്റ്റ് ചെയ്യാനിരിക്കണം. ഓൾ ദ സ്പൈസസും മൊത്തം ഒന്ന് ചിക്കനെ പിടിക്കാൻ, എന്നിട്ടുള്ളൂ ഫ്രൈ ആവുള്ളൂ. ഇനി 30 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 60 ml ഓലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓലിവ് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലതായിട്ട് ഒന്ന് വൈറ്റ് ആകുന്ന വരെ ഒന്ന് ഒരു ലൈറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. സോ ഞാൻ നമ്മുടെ ചിക്കൻ ഓയിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയം ഹീറ്റിൽ വെച്ച് നമുക്കൊന്ന് മൈൽഡ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓവർ കുക്ക് ചെയ്തത് ഒരു പാസ്തയുടെ കൂടെ ഇടുമ്പം ഓയിൽ ഡ്രൈ ആയിട്ട് കിടക്കും. സോ നമുക്കിത് മൈൽഡ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ചിക്കൻ ഒരു മൈൽഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തൊരു ബൗളിലോട്ട് മാറ്റാം. സോ ഇനി നമ്മുടെ പാസ്ത സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഞാനൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ഫ്രഷ് ഗാർലിക് ആഡ് ചെയ്യാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകാൻ ഇനി വെയിറ്റ് ചെയ്യാം. ഗാർലിക് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇനി അതിനകത്തോട്ട് 2 കട്ട് അപ്പ് ഓണിയൻസ് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഓണിയൻസ് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്ക് ചിക്കൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാസ്ത സോസ് ആഡ് ചെയ്യാം. ഞാൻ റെഡിമെയ്ഡ് പാസ്ത സോസ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹോം പ്രൈഡിൻ്റെ പാസ്ത ബേക്ക് ടൊമാറ്റോ ആൻഡ് ഹെർബാണ്. ഇത് 485 ഗ്രാംസ് ഉണ്ട്. ഞാൻ ഇതാദ്യമേ 1 ബോട്ടിൽ ആഡ് ചെയ്യും, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേറെ ആഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇതായിട്ട് ആഡ് ചെയ്താൽ മതി. സോ നമുക്ക് ഫസ്റ്റ് ഈ ബോട്ടിൽ ആഡ് ചെയ്യാം. ഒരു ബോട്ടിൽ ആഡ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ബോട്ടിൽ പാസ്ത സോസും കൂടി ആഡ് ചെയ്യുക. ഞാൻ ഒരു ഫുൾ പാക്കറ്റ് പാസ്ത യൂസ് ചെയ്തു. സോ ഇതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാൻ ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മൂടി വെച്ച് ഒന്ന് നല്ലതായിട്ട് ബോയിൽ ചെയ്യാം. സോ നമ്മുടെ പാസ്ത സോസ് നല്ലതായിട്ട് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്യുന്ന സമയമാണ്. ഞാനത് ഓൾറെഡി ചെയ്തു. ഇനി ഞാൻ എൻ്റെ പാസ്ത ആഡ് ചെയ്യാൻ പോകണം. ഇത് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒറ്റ അടിക്ക് ആഡ് ചെയ്താൽ ഒരു മിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇതിനി നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാസ്തയും സോസും സൂപ്പറായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ ഈ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കി റെഡി ആക്കണം. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് മച്യോർ ചെഡർ ബ്ലോക്സ്. അതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അത് മെൽറ്റ് ആകുന്നവരെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്ലോക്സ് ഇതിനകത്തിട്ട് കിടക്കുന്ന കാണാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി മൂടി വെച്ച് ഈ ചീസ് ബ്ലോക്സ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. സോ ആ ചീസ് ബ്ലോക്സ് നൈസായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ബേസിൽ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേസിൽ ലീവ്സ് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി ഗ്രേറ്റഡ് ചീസ് ഇടാം. ഇതൊരു 5 പീപ്പിൾക്ക് കഴിക്കാനുള്ള സെർവിങ് ഈസിലി ഉണ്ട്. ഇനി ഗ്രേറ്റഡ് ചീസ് മുകളിൽ കൂടെ ആഡ് ചെയ്തിട്ട് ഇനി മൂടി വെച്ച് നമുക്ക് അതൊന്ന് മെൽറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ എമിലി തയ്യാറാക്കിയ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ഇതുപോലൊരു പാസ്ത ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.